നമസ്കാരം, വെൽക്കം ടു നിഷിതാസ് കുസീൻ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക ചേർത്തിട്ടില്ലേ ഓട്സ് ഉണ്ണിയപ്പം. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. ഞാനിവിടെ 1.5 കപ്പ് റോൾഡ് ഓട്സ് എടുത്തിട്ടുണ്ട്. ഇത് വറുത്തെടുക്കണം. അടുപ്പത്ത് ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് എടുത്തു വെച്ച ഓട്സ് ഇട്ട് കുറച്ച് സമയം ഇളക്കി വറുത്തെടുക്കാം. ഓട്സ് ഇപ്പം വറുത്തിട്ടായിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ഏകദേശം ഒരു 3-4 മിനിറ്റ് വറുത്താൽ മതിയാവും. വറുത്തിട്ടാവുമ്പോൾ നല്ല മണം വരും. ഇനി തീ ഓഫ് ചെയ്ത് ഇത് ചൂടാറാൻ വേണ്ടി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. വറുത്തെടുത്ത ഓട്സ് ഇപ്പം ചൂടാറിയിട്ടുണ്ട്. ഇതിനി പൊടിച്ചെടുക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഈ ഓട്സ് മാത്രം ആദ്യം പൊടിച്ചെടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം. ഇതിന് നന്നായി പൊടിച്ചെടുക്കാം. ഓട്സ് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഴം ചേർക്കണം. ഇത് 2 മീഡിയം സൈസ് ഞാലിപ്പൂവൻ പഴം നന്നായി ഉടച്ചെടുത്താണ്. ഇത് അരഞ്ഞു കിട്ടാൻ എളുപ്പത്തിന് വേണ്ടി ഉടച്ചെടുത്തത് ഇതിലേക്ക് ചേർക്കാം. ഉണ്ണിയപ്പത്തിൽ കൂടുതലായും പാളയംകോടൻ പഴമാണ് ചേർക്കല്. നമ്മൾ കാസർഗോഡുകാർ അതിനെ മൈസൂർ പഴം എന്ന് പറയും. അതുണ്ടെങ്കിൽ അത് ചേർക്കാം, ഇല്ലെങ്കിൽ ഈ ഞാലിപ്പൂവൻ പഴം ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്ന സ്പെഷ്യൽ ചേരുവ ചക്കയാണ്. ഇത് ഒരു 5-6 പഴുത്ത ചക്കച്ചോള ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ച് ഉടച്ചെടുത്താണ്. ഉടച്ചെടുത്തതിന് ശേഷം കുറച്ച് ശർക്കര ഉരുക്കിയതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കാം. ചക്കക്ക് പകരം മാങ്ങ വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ചക്കയും മാങ്ങയും ഇല്ലാതെ പഴം മാത്രം ഉപയോഗിച്ചും ചെയ്യാം. പഴം മാത്രം എടുക്കുന്നെങ്കിൽ കുറച്ചധികം പഴം എടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടി ശർക്കര ചേർക്കണം. ഇത് കുറച്ച് ശർക്കര ഉരുക്കി അരിച്ചെടുത്താണ് ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്. ഇത് തേങ്ങയുടെ 1/4 പാലാണ്. ആദ്യം കുറച്ചൊരു 1/4 കപ്പ് ചേർക്കാം. പിന്നെ ഇതിൻ്റെ കട്ടി എത്ര വേണ്ട നോക്കിയിട്ട് ആവശ്യത്തിന് ബാക്കി പിന്നെ ചേർക്കാം. തേങ്ങാപ്പാലിന് പകരം വേണമെങ്കിൽ പശുവും പാല് ചേർക്കാം, അല്ലെങ്കിൽ വെറും വെള്ളം വേണമെങ്കിൽ ചേർക്കാം. തേങ്ങാപ്പാലായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഇനി ഇതെല്ലാം കൂടി മിക്സ് ആവാൻ വേണ്ടി മാത്രം കുറച്ച് സെക്കൻഡ്സ് അടിച്ചെടുക്കണം. ഒരു സ്പൂൺ കൊണ്ട് ഇളക്കി മിക്സ് ചെയ്താൽ എളുപ്പത്തിൽ അടിച്ചെടുക്കാൻ പറ്റും. ഇനി ഇതെല്ലാം കൂടി അടിച്ചെടുക്കാം. എല്ലാം കൂടി അടിച്ച് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി ഒരു ബൗളിലേക്ക് മാറ്റാം. നമ്മൾ സാധാ അരി അരച്ചാക്കുന്ന ഉണ്ണിയപ്പത്തിൻ്റെ അത്രയും ലൂസ് വേണ്ട. ഇത് കുറച്ച് അതിനേക്കാൾ കട്ടിയാവുന്ന നല്ലത്. ഞാനിപ്പോൾ ഇത്ര കട്ടിക്ക് അരച്ചെടുത്തിട്ടുള്ളത്. അടിച്ചെടുത്ത മാവെല്ലാം ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് കുറച്ചൊരു 1/4 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് അതിനൊട്ടിപ്പിടിച്ച മാവെല്ലാം കലക്കിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിക്കാം. ഇതിനി ഇളക്കി മിക്സ് ചെയ്യാം. ഇത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണിനേക്കാളും കുറച്ച് ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ ചുക്കുപൊടി ചേർക്കുന്നുണ്ട്. ഇത് ചേർത്താൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഉണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. എല്ലാം കൂടി വീണ്ടും ഇളക്കി മിക്സ് ചെയ്യാം. ഓട്സ് ചക്ക ഉണ്ണിയപ്പത്തിനിലെ മാവ് റെഡിയാണ്. ഇതിനി അടച്ച് ഒരു 1/2 മണിക്കൂർ മാറ്റി വെക്കാം. ഇപ്പോൾ ഉണ്ണിയപ്പത്തിനിലെ മാവ് റെഡിയാക്കി വെച്ചിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞു. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ എള്ള് ചേർക്കാം. ഇത് ഇളക്കി മിക്സ് ചെയ്യാം. ഇതിനി ചുട്ടെടുക്കാൻ വേണ്ടി ഞാനിവിടെ അടുപ്പത്ത് ഉണ്ണിയപ്പ ചട്ടി വെച്ച് തീ കത്തിച്ചിട്ടുണ്ട്. ഈ പാൻ ചൂടാവുമ്പോൾ ഇതിലേക്ക് എണ്ണയോ നെയ്യോ ഒഴിക്കാം. ഞാനിപ്പോൾ നെയ്യിലാണ് ചുട്ടെടുക്കുന്നത്. ഇത് കുറച്ച് നെയ്യ് ഇങ്ങനെ പുരട്ടി ചുട്ടെടുക്കുന്നേ. സാധാ ഉണ്ണിയപ്പം പോലെ ഇങ്ങനെ മുങ്ങി പൊരിച്ചെടുക്കുന്നില്ല. ഇപ്പോൾ നെയ്യ് ചൂടായിട്ടുണ്ട്. ഇനി റെഡിയാക്കി വെച്ച മാവിൽ നിന്ന് ഒരു സ്പൂൺ കൊണ്ട് കുറച്ച് കോരി ഈ കുഴിയിലേക്ക് ഒഴിക്കാം.
ഇതിനി അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇപ്പൊ ഒരു സൈഡ് വെന്ത് ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിന്റെ മേലെ ലേശം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ 2-3 തുള്ളി പൊട്ടിച്ചു കൊടുത്താൽ മതി. ഇതിനെ തിരിച്ചിടാം. ഇത് വീണ്ടും 1 മിനിറ്റ് അടച്ചു വെക്കാം. പെട്ടെന്ന് വേവും. ഇപ്പൊ 2 സൈഡും ആയിട്ടുണ്ടാവും. ഇനി പുറത്തേക്ക് എടുക്കാം. ബാക്കിയുള്ള മാവും കൂടെ ഇതേപോലെ ചുട്ടെടുക്കാം. ഓട്സ് ഉണ്ണിയപ്പം എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. അപാര ടേസ്റ്റാണ്. സോഫ്റ്റ് കണ്ടതാ മനസ്സിലാവുന്നുണ്ടപ്പാ. ഭയങ്കര സൂപ്പർ സോഫ്റ്റ് സാധനമാണ്. നല്ല അടിപൊളി ടെക്സ്ചറാണ്. സൂപ്പർ ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.